ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യത്തെ 10 മത്സരങ്ങൾ പൂർത്തീകരിക്കുന്ന സമയത്ത് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അറിയാമല്ലോ. 10ാം സ്ഥാനത്താണ്. കഴിഞ്ഞ സീസണിൽ ഇതേ സമയത്ത് നമ്മൾ കൊമ്പത്തോട്ട് നോക്കണമായിരുന്നു നമ്മളെ കാണണമെങ്കിൽ. ഇപ്പോൾ കൊമ്പത്ത് നോക്കിയിട്ട് കാര്യമില്ല, കീപ്പോട്ട് നോക്കേണ്ട അവസ്ഥയാണ് എന്നുള്ളതാണ്. നമ്മൾ 10 മത്സരങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ 10ാം സ്ഥാനത്താണ് ഉള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ 4 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു തുടക്കം എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇതിൻ്റെ പല റീസൺസൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് പല വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒക്കെ ഒരു അവസരത്തിലും നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു ഫാക്ടറാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന, അതായത് ഒരു ടോപ്പ് ഫോമിൽ കളിക്കുന്ന ടീമുകളേക്കാൾ നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അത് ഉറപ്പായിട്ടും ഡിസ്കസ് ചെയ്യാതെ പോകാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ്. സോ അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നമ്മളുടെ ഒരു അറ്റാക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. സോ ദി ബെസ്റ്റ് എന്നോ വൺ ഓഫ് ദി ബെസ്റ്റ് എന്നോ ഒക്കെ പറയാൻ പറ്റും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നിലവിലത്തെ ഒരു അറ്റാക്കിംഗ് നിരയെപ്പറ്റി ഇപ്പോൾ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു അഭിപ്രായത്തിലേക്കൊക്കെ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയും എനിക്കില്ലായിരുന്നു. അതിന് പല റീസൺസ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഹെസൂസ് വളരെ ലേറ്റായിട്ടാണ് ടീമിലെത്തിയത്. നമുക്കറിയാം, ഇപ്പം ദിമി ആണെങ്കിൽ പോലും എത്ര സമയമൊക്കെ എടുത്തു ടീമായിട്ട് സെറ്റാകാൻ. അപ്പം അതിനേക്കാൾ ലേറ്റായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം എത്തുന്നൊരു സ്ട്രൈക്കറിൽ നിന്ന് അദ്ദേഹം ക്വാളിറ്റി പ്ലെയർ ആണെങ്കിലും ടീമുമായിട്ട് അഡാപ്റ്റായി വരാൻ എങ്ങനെ ടൈം എടുക്കും എന്നുള്ള ഒരു പ്രോബ്ലംസ് നമുക്കുണ്ടായിരുന്നു. അതുപോലെ ഇപ്പം പെപ്ര നിലനിർത്തിയിട്ടുള്ളൊരു താരമാണ്. അദ്ദേഹം കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ കളിച്ചിട്ടുണ്ടെങ്കിലും സ്കോറിംഗ് എന്ന് പറയുന്ന കാര്യത്തിൽ വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സീസണിൽ അദ്ദേഹം ഒരു സൂപ്പർ സബ്ബൊക്കെ ആയിട്ട് വന്ന് പെർഫോം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നോവയുടെ ആണെങ്കിലും ലൂണയുടെ ആണെങ്കിലും ഒക്കെ കാര്യം നമുക്ക് എടുത്ത് പറയേണ്ടതാണ്. ഇപ്പം നമ്മൾ 17 ഗോൾസാണ് കൺസീഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് വൺ ഓഫ് ദി ഏറ്റവും കൂടുതൽ ഗോൾസ് കൺസീഡ് ചെയ്തിട്ടുള്ള ടീമുകളിൽ ഒന്ന് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. എന്നാൽ നമ്മൾ അടിച്ച ഗോളുകൾ 15ആണ്. അത് ഒരു 10ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ നല്ല കൂടുതലാണ് എന്നുള്ളതാണ്. കാരണം നമ്മളെക്കാൾ കുറവ് ഗോൾ അടിച്ചൊക്കെ ടീമുകളൊക്കെ നമുക്ക് മുകളിലൊക്കെ ഒരുപാടുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ 11ാം സ്ഥാനത്ത് നിൽക്കുന്ന ഹൈദരാബാദിൻ്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ വെറും 7 ഗോളുകളാണ് അടിച്ചത്. ആ ഒരു ഡിഫറൻസ് നോക്കുക നമ്മുടെ തൊട്ട് താഴെ. അതുപോലെ തന്നെ തൊട്ട് താഴെയുള്ള മറ്റ് 2 ടീമുകൾ ഈസ്റ്റ് ബംഗാൾ ആണെങ്കിലും അതുപോലെ മുഹമ്മദനൊക്കെ ആണെങ്കിലും 5 ഗോൾസൊക്കെ തന്നെ അടിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ നല്ല രീതിയിൽ ഗോൾസ് അടിക്കുന്ന കാര്യത്തിൽ നമ്മുടെ അറ്റാക്കിംഗ് ഒരു ത്രയം അല്ലെങ്കിൽ അറ്റാക്കിംഗ് കോംബോ, ത്രയം എന്ന് പറയാൻ പറ്റില്ല കാരണം കുറേ പ്ലെയേഴ്സ് ഉണ്ടല്ലോ, അപ്പം അത് നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും ദി ബെസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ 2021-22 ഇവാൻ ആഷാൻ്റെ ഫസ്റ്റ് സീസണിലെ ആ ഒരു പ്ലെയേഴ്സ് കോംബോ ആണ്. അൽവാറോ, ദിമി, ഡയാസ്, ലൂണ ഒക്കെ അടങ്ങുന്ന ആ ഒരു കോംബോ. അത് നമുക്കറിയാം, അൽവാറോ 23 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളും 2 അസിസ്റ്റുമാണ് കൊടുത്തതെങ്കിൽ ഡയാസിലേക്ക് വരുന്ന സമയത്ത് 21 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളും 1 അസിസ്റ്റുമാണ്. അതുപോലെ ലൂണ 19 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളും 7 അസിസ്റ്റും. ആൻഡ് സഹൽ 20 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളും 1 അസിസ്റ്റും. അങ്ങനെ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് കാണാൻ സാധിക്കും. പിന്നെ ഒരു സൂപ്പർ സബ്ബായിട്ടൊക്കെ ഫോറിനർ എന്ന നിലയിൽ വന്നിരുന്നത് ചെഞ്ചോ. അദ്ദേഹത്തിന് അധികം മിനിറ്റ്സും കിട്ടിയിട്ടില്ല. അദ്ദേഹം ആകെപ്പാട് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഒരു അസിസ്റ്റാണ് എന്നുള്ളതാണ്. സോ എന്നാൽ നമുക്ക് ഈ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പം ഹെസൂസിൻ്റെ കാര്യം എടുക്കാം. അദ്ദേഹം 10 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളും 1 അസിസ്റ്റുമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 5 പോസ്റ്റും ഉണ്ട്. അതും കൂടെ അതിൽ ഒരു പകുതിയെങ്കിലും ഗോളായിരുന്നെങ്കിലുള്ള നമ്പേഴ്സ് എന്തായിരിക്കും? ഒരു ഗോൾഡൻ ബൂട്ട് റേസിൽ തന്നെ വരുന്ന ഒരു ഗോൾഡൻ ബൂട്ട് ആ ഒരു ലെവലിൽ തന്നെ വരുന്നൊരു പ്ലെയറായിട്ട് വന്നതിനൊരു അൺലക്ക് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ അദ്ദേഹം ഇഞ്ചുറി കാരണം കുറച്ച് മാച്ചസ് കളിച്ചില്ല എങ്കിൽ കൂടി ഇപ്പം 8 മാച്ചിൽ 4 ഗോളും 3 അസിസ്റ്റും അദ്ദേഹത്തിന് പറയാൻ പറ്റും. അതുപോലെ ലൂണയുടെ കാര്യം എടുക്കുമ്പോഴത്തേക്കും 8 മത്സരങ്ങളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും 2 അസിസ്റ്റാണ്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ 2 മാച്ചായിട്ടാണ് അദ്ദേഹം ഒരു കംപ്ലീറ്റ്ലി ഒരു ഫിറ്റ്നസ്സിലേക്കൊക്കെ വന്നിട്ടുള്ളത്. അതിനു മുമ്പ് അദ്ദേഹം സബ്ബായിട്ട് വന്നു. ഒരു ഫിറ്റ്നസ് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ കോറു സിംഗ് ഇപ്പോൾ വന്നു, 2 സ്റ്റാർട്ട് ചെയ്തു, 2 മാച്ചിൽ അസിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈവൻ പെപ്പർ എന്ന് പറയുന്ന പ്ലെയർ വെറും 336 മിനിറ്റ്സാണ് കളിച്ചിട്ടുള്ളത്. എങ്കിൽ കൂടി അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് 3 ഗോൾസ്. അതായത് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ഏതാണ്ട് എല്ലാ മത്സരങ്ങളും ഫുൾ ടൈം കളിച്ചിട്ട് പോലും 2 ഗോൾസാണ് അടിക്കാൻ പറ്റിയെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കണക്കുകളാണ് തീർച്ചയായിട്ടും അത്ഭുതപ്പെടുന്നത്. അദ്ദേഹം സെക്കൻഡ് ഹാഫിലൊക്കെ വന്നിട്ട് ഒരു കിഡിലൻ പെർഫോമൻസ് തന്നെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഐമൻ നോക്കിക്കഴിഞ്ഞാലും എനിക്കൊന്ന് 2 അസിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അറ്റാക്കിംഗ് പ്ലേയേഴ്സ് എല്ലാം തന്നെ ഒരു മികച്ച രീതിയിലുള്ള ഒരു ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സോഫാർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ അൽവാറോ, ഡയാസ്, ലൂണ ആ ഒരു സീസണെ അപേക്ഷിച്ച് നോക്കുമ്പം അതിനോടൊപ്പം അതിന് മുകളിലോ നമുക്ക് പ്രതിഷ്ഠിക്കാൻ പറ്റും ഈ ഒരു ടീമിനെ. പിന്നെ ഈ ഒരു ടീമിൻ്റെ അറ്റാക്കിംഗ് ഒരു കോമ്പിനേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അൽവാറോ ഡയാസോ ഒക്കെ ആണെങ്കിലും കുറച്ച് ആ ഒരു നമ്പർ 9 കുറച്ചും കൂടി ഇത് ചെയ്യുന്ന പ്ലേയേഴ്സാണ്. ഇപ്പം അൽവാറോ കുറച്ചും കൂടി വിഡ്രോ ചെയ്താൽ കളിക്കുമെങ്കിൽ കൂടി. പക്ഷേ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഹെസൂസ്
അദ്ദേഹം ഒരു നമ്പർ 9 ആയിട്ടും വേണമെങ്കിൽ നമ്പർ 10 ആയിട്ടും ഒക്കെ കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. നോവ വിങ്ങർ ആണെങ്കിലും സെൻട്രൽ ഫോർവേഡ് അങ്ങനത്തെ റോളിൽ കളിക്കാൻ പറ്റും. പെപ്ര ആണെങ്കിലും അറ്റാക്കിങ്ങിൽ ഏത് പൊസിഷനിലും കളിക്കാൻ പറ്റും. ലൂണയുടെ കാര്യം നമുക്കറിയാം, ആ ഒരു വെർസറ്റാലിറ്റി ഉണ്ട്. അപ്പം അങ്ങനത്തെയൊക്കെ കുറേ യൂട്ടിലിറ്റി നമുക്ക് ആ ഒരു തരത്തിലൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നുള്ള ഫാക്ടറാണ്. പിന്നെ നമുക്ക് ആ സീസണിൽ ഉണ്ടായിരുന്നൊരു പ്രശ്നമായിരുന്നു, അൽവാറോ ഡയസും കളിച്ചില്ലെങ്കിൽ പിന്നെ ആര് കളിക്കും അവിടെ എന്നുള്ളതൊരു ചോദ്യചിഹ്നമായിരുന്നു. ചെഞ്ചോ ആ ഒരു ക്വാളിറ്റിയിലേക്ക് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഇവിടെ ഇപ്പം പെപ്ര ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ആ ഒരു കാര്യത്തിലും ഒരു പ്ലസ് ആണ് എന്നുള്ളതാണ്. സോ എന്തുകൊണ്ടെന്നാൽ നമ്മൾ ആ ഒരു ഡയാസ് അല്ലെങ്കിൽ അൽവാറോ ലൂണ ആ ഒരു കോമ്പിനേഷനൊക്കെ പോലെ ഇത് അത്രമേൽ അഡ്മയർ ചെയ്യുന്നില്ല എന്നല്ല, അതിനുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയുമല്ലോ, ഇപ്പം നമുക്ക് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് പലരും നമ്മൾ ഈ സൈനിങ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നോവയെ കൊണ്ടുവന്നില്ലേ, യെസൂസിനെ കൊണ്ടുവന്നില്ലേ എന്നുള്ള ഫാക്ടേഴ്സൊക്കെ പലരും നിരത്തിയിരുന്നു. പക്ഷേ ഇതാണ് ഫാക്ടർ. ഇപ്പം നമ്മൾ ഒരു മേഖലയിൽ മാത്രം വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടും കാര്യമില്ല. നമുക്ക് നമ്മുടെ ലൂപ്പ് ഹോൾസ് ഉള്ള മേഖലയിൽ അവിടെ ചോർന്നുകൊണ്ടേ ഇരിക്കും, നമ്മളിവിടെ അടിച്ചുകൊണ്ടേ ഇരിക്കും. സോ അത് ബാലൻസ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ സ്ട്രോങ് ആക്കി കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിസ്സംശയം പറയുന്നു നമ്മളിപ്പം ഒരു ഷീൽഡ് റേസിൽ തന്നെ നിൽക്കുന്നൊരു ടീമായിട്ട് വന്നേനെ. അതിൽ യാതൊരു വിധത്തിലൊരു സംശയമില്ല എന്നുള്ളതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഒരു രീതിയിലേക്ക് സീസണിന് മുൻപ് പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ടീമിനെ ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു ഫാക്ടറായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് അത് സീസണിൻ്റെ തുടക്കത്തിലൊക്കെ കുറേ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഈ പൊസിഷൻസ് നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ് എന്നുള്ളത് പറഞ്ഞത്. എന്താണെങ്കിലും ആ പ്രതീക്ഷയ്ക്കപ്പുറം ആ ഒരു അറ്റാക്കിംഗ് പെർഫോമൻസ് നമുക്ക് വന്നു എന്നുള്ളത് സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. സോ ചേഞ്ചസ് ഉണ്ടാകട്ടെ, നമ്മുടെ പ്രശ്നമുള്ള മേഖലയിൽ ചേഞ്ചസ് ഉണ്ടാകട്ടെ, ഇവർ ഈ ഒരു ഫോം തുടരുകയും ചെയ്യട്ടെ എന്നുള്ളതൊക്കെയാണ് പറയേണ്ടതുള്ളത്. സോ അത് കാര്യം മനസ്സിലാക്കുക, ഒരു മേഖല മാത്രം നന്നായാൽ പോരാ, എല്ലാത്തിലും ബാലൻസ് ഉണ്ടെങ്കിലേ നമുക്ക് ഒരു ചാമ്പ്യൻ ടീം എന്ന നിലയിലോട്ട് മുന്നോട്ട് പോകാനും കഴിയൂ എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ തന്നെ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് എന്ന നിലയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ അത് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ട് എന്നുള്ളതും എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സനിയോ.